ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനയുടെ മരണത്തിൽ അനുശോചിച്ച് ഇന്ത്യ. ഡൽഹിയിലെ ഇറാൻ എംബസിയിൽ എത്തിയ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അനുശോചന പുസ്തകത്തിൽ ഒപ്പുവെച്ചു. ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് വിക്രം മിശ്രി എത്തിയത്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, ഒടുക്കം വലിയ വിമർശനങ്ങൾക്കൊടുക്കം ഇന്ത്യയുടെ അടുത്ത വ്യാപാര പങ്കാളിയും കൂടിയായിരുന്ന ഇറാന്റെ ആത്മീയ നേതാവിന്റെ മരണത്തിൽ ഇന്ത്യ അനുശോചിക്കുകയാണ്. ഒടുക്കം കേന്ദ്രം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ അനുശോചന കുറിപ്പിൽ എന്താണ് പറയുന്നത്? കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ വലിയ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ അനുശോചനം അറിയിക്കാനായിട്ട് ഡൽഹിയിലെ എംബസിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിക്രം മിശ്രി നേരിട്ട് തന്നെ എത്തിയിരിക്കുന്നത്. ഒപ്പുവെച്ചിരിക്കുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇറാൻ എംബസിയിൽ നേരിട്ടെത്തുകയും അവിടെ പ്രത്യേകമായി സജ്ജീകരിച്ചിരുന്ന അനുശോചന പുസ്തകത്തിൽ ഇപ്പോൾ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം ആ എംബസിയിലെ ആളുകളുമായിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷമാണ് എംബസിയിൽ നിന്ന് മടങ്ങിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. വലിയ വിമർശനം കോൺഗ്രസിന്റെ ഉൾപ്പെടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉയർന്നിരുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെയും കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ മൗനം വെടിയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു. മറ്റു രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം കുറക്കാനാണ് മോദിയുടെ മൗനം ഇടയാക്കുന്നത് എന്നുള്ള പരാമർശങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഭാഗത്തുകൊണ്ട് ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇന്ത്യ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം, ഇറാനെതിരായ ആക്രമണങ്ങളും ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളും ഒരുപോലെ അപലപിക്കേണ്ടതാണ് എന്നുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ചർച്ചകളും സംയമനവും ാണ് സമാധാനത്തിലേക്കുള്ള വഴിയെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ നേരിട്ട് തന്നെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിക്രം മിശ്രി ഡൽഹിയിലെ എംബസിയിൽ എത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു അനുശോചനം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കേന്ദ്രത്തിനെതിരെ ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വർഷങ്ങളായി ഇറാനുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. എന്നാൽ ഇത്തരമൊരു യുദ്ധം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുകൊണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്നുകൊണ്ടും ഇറാന് നേരെ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല, പ്രധാനമന്ത്രിക്ക് സാധിക്കുന്നില്ല. ഇത് വലിയ രീതിയിൽ ഒരു രാജ്യത്തിന്റെ മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ രാജ്യത്തിന്റെ യശസ് ഉൾപ്പെടെ ഇടിയുന്ന തരത്തിലുള്ള നിലപാടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകുന്നത് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയത്. ഇതിന് പിന്നാലെയാണ് വിമർശനം കടുത്തതോടെയാണ് അനുശോചനം അറിയിക്കാനായിട്ട് വിക്രം മിശ്രിയെ നേരിട്ട് തന്നെ ഇറാൻ എംബസിയിലേക്ക് അയക്കുകയും അവിടെ പ്രത്യേകം സജ്ജീകരിച്ച അനുശോചന പുസ്തകത്തിൽ ഇപ്പോൾ വിക്രം മിശ്രി ഒപ്പുവെച്ച് അവിടെ നിന്ന് മടങ്ങിയിട്ടുമുണ്ട്. മുറവിളികൾക്കും ഒടുക്കം കേന്ദ്ര സർക്കാർ ഇറാന്റെ പരമോന്നത നേതാവിന്റെ മരണത്തിൽ ഒരു അനുശോചന കുറിപ്പെങ്കിലും ഇറക്കാൻ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ അനുശോചന പുസ്തകത്തിൽ വിക്രം മിശ്രി നേരിട്ടെത്തി ഒരു ഒപ്പ് ഇടുന്നതാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. എന്തായാലും ഈ ആയത്തുള്ള അലി ഖാംനയുടെ മരണം കഴിഞ്ഞ് 6 ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു അനുശോചന കുറിപ്പിന് തന്നെയെങ്കിലും കേന്ദ്ര സർക്കാർ തയ്യാറാവുന്നത്. എന്തും ശ്രദ്ധേയം. തൗഫീഖ് അസ്ലമാണ് വിശദാംശങ്ങൾ നൽകി.